കർക്കിടകവാവിനായി ഒരുങ്ങി ആലുവ ശിവരാത്രി മണപ്പുറവും. ആയിരങ്ങളാണ് മണപ്പുറത്ത് പിതൃതർപ്പണത്തിനായി എത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രവും മണപ്പുറവും മുങ്ങിയിരുന്നുവെങ്കിലും നിലവിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഭക്തർക്ക് ആവശ്യമായ സേവനങ്ങൾ ഒരുക്കാൻ സേവാഭാരതി ഉൾപ്പെടെ സജ്ജമായിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കി റിപ്പോർട്ട് നോക്കാം. പിതൃതർപ്പണത്തിന് ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് തന്നെ വലിയ തിരക്ക് പിതൃതർപ്പണത്തിനായി നിരവധി ആളുകൾ ഇന്നും എത്തുന്നുണ്ട്. ഏതാണ്ട് 10-ലധികം ബലിത്തറകൾ ഇന്ന് തയ്യാറായിട്ടുണ്ട്. ഈ ബലിത്തറകളിൽ ഇവിടെ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അതേ സമയത്ത് തന്നെ 60ഓളം ബലിത്തറകളാണ് വിവിധ ഭാഗങ്ങളിലായി ഒരുക്കുന്നത്. നാളെയോടുകൂടി പൂർണ്ണമായും തന്നെ ബലിത്തറകളെല്ലാം തന്നെ സജ്ജമാവുകയും ചെയ്യും. കൃത്യമായി തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ആലുവ മണപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ പല ഭാഗങ്ങളും വെള്ളത്തിലേക്ക് ആയിരുന്നു. ഈ പ്രദേശത്തടക്കം വലിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ എത്രമാത്രം സുഗമമായി നടത്താൻ കഴിയുമെന്ന ഒരു സന്ദേഹം അത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും തന്നെ വെള്ളം ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ തോതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സ് വിഭാഗവും എല്ലാം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിൽ തന്നെയാണ് ഉള്ളത്. സമയം ഇവിടുത്തെ എല്ലാം നിരവധി ആളുകൾ വന്നു തുടങ്ങിയല്ലോ അല്ലേ? നമ്മൾ ഇന്ന് ശ്രാദ്ധത്തിന്റെ ആൾക്കാരാവന്നെ, നാളെയാണ് വാവിന്റെ ആൾക്കാർ വെളുപ്പിനോട്ട് വന്നു തുടങ്ങുന്നത്. എങ്ങനെയാണ് ഒരു തിരക്ക് എല്ലാ തവണയും അനുഭവപ്പെടാറ്? നല്ല തിരക്കാണ്. വാവിന് ഒരു 12 മണി തൊട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ 4 മണിയാകുമ്പോഴത്തേക്കും നല്ല തിരക്കായി. പിന്നെ ഒരു 10 മണി വരെ നല്ല തിരക്കാ. വെള്ളം ഓൾറെഡി കയറിയേക്കായിരുന്നല്ലോ. അത് ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡാം തുറന്നാൽ വെള്ളം കയറാൻ നിസ്സാരം. ഞങ്ങൾ ഒരു തവണ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രാദ്ധം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെള്ളം കയറിയ 8:30 മണിക്ക് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇവിടെ വെള്ളമായി. അങ്ങനെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയത്. ഇപ്പൊ ഈ മഴയില്ലാത്തൊരു സമാധാനമുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ന്യൂസ് ഉണ്ട്, ഇത് ചക്രവാത ചുഴി ഏതാണ്ട് രണ്ടാമത് 14-ാം തീയതി വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ കാര്യമൊന്നും അറിയില്ല. അതെ, പല ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ഇവിടെ വരുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകുന്നു. ഒപ്പം തന്നെ സേവാഭാരതി പോലുള്ള സംഘടനകൾ വലിയ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും തന്നെയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ തവണയും അന്നദാനമടക്കമുള്ള ക്രമീകരണങ്ങൾ സേവാഭാരതി നടത്താറുണ്ട്. ഇത്തവണയും അത്തരത്തിലുള്ള വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് സേവാഭാരതി പൂർത്തിയാക്കിയിട്ടുള്ളത്. മറ്റു ചടങ്ങുകളെല്ലാം തന്നെ ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ പൂർത്തിയാവുകയും ചെയ്യുന്നു. വലിയ തോതിൽ തന്നെ നടക്കുന്നത് നമുക്ക് കാണാം. സ്വാമി, വലിയ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ടല്ലോ. എല്ലാം ക്രമീകരണങ്ങളും ആയിട്ടുണ്ട്. ഇനിയിപ്പം പ്രതീക്ഷിക്കണം. നല്ല തിരക്കായിരിക്കും വരുന്നത്. കാലാവസ്ഥ അനുകൂലമായിട്ട് നിൽക്കുന്നു ഇപ്പം. അതുകൊണ്ട് എങ്ങനെയാണ് കഴിഞ്ഞ വർഷം വെള്ളം ഇതുപോലെ പറ്റ നിൽക്കുകയായിരുന്നു. എന്നാലും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. വലിയ ഉണക്കൊക്കെ വന്നു. അതുകൊണ്ട് ഇപ്പം കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാണ്. ജനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 60ഒന്നുമില്ല, 35 ഇത്രയേ ഉള്ളൂ. ബലിത്തറയെ പോയിട്ടുള്ളൂ. പക്ഷെ 35 അതേ പോയിട്ടുള്ളൂ. വന്നു. ഇനിയൊരു ശരി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്ക് തന്നെയാണ് ഇത്തവണയും ഉണ്ടാവുക എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എല്ലാ തവണയും ആയിരക്കണക്കിന് ആളുകൾ തന്നെയാണ് ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി എത്താറ്. നിലവിൽ 10-ലധികം ഇത്തരത്തിലുള്ള ബലിത്തറകൾ സജ്ജമായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അറിയിച്ചതനുസരിച്ച് 60ഓളം ബലിത്തറകൾ ഉണ്ടാകുമെന്നാണ്. എന്നാൽ 40ഓളം ബലിത്തറകളായിരിക്കും സജ്ജമാവുക എന്നാണ് ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ആയിരക്കണക്കിന് ഭക്തർ പിതൃതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളും റിപ്പോർട്ടുമായിരുന്നു പ്രേക്ഷകർ കണ്ടത്.